ടിക്കറ്റ് ഒരു കുന്നത്തുള്ളൂ. മുത്തശ്ശ, കുന്നത്തൂർ കാവിലമ്മയുടെ നടയില് 58 കൊല്ലം ആ വാളും ചിലമ്പും എടുത്ത് തുള്ളിയിട്ടുള്ളവനാ ഞാൻ. തല വെട്ടിപ്പൊളിച്ച് ദേവിയുടെ ബലിക്കലിൽ കുറെ രക്തവും വീഴ്ത്തിയിട്ടുണ്ട്. ഇനി ഈ ജന്മത്തില് മുത്തച്ഛനത് സാധിക്കുമെന്ന് തോന്നുന്നില്ല മോനെ. മരിക്കുന്നതിന് മുമ്പ് ദേവിയുടെ വാളും ചിലമ്പും ഒന്ന് തൊട്ടു തൊഴണമെന്ന് മോഹമുണ്ട് എനിക്ക്. നീ ഇന്ന് തന്നെ കുന്നത്തൂർക്ക് പുറപ്പെട്ടോളൂ. വാളും ചിലമ്പും ഒന്ന് തന്നയക്കാൻ പറയൂ. അവൻ തരിയില്ല, ആ ചതിയൻ തരിയില്ല മോനെ. ദൈവഭയമില്ലാത്തവനാ. എന്റെ തറവാടടക്കം ചതിച്ച് കൈവശപ്പെടുത്തിയവനാ മോനെ അവൻ. അത് മുത്തച്ഛനത് കൊടുക്കാൻ പോയിട്ടല്ലേ? മനസ്സറിഞ്ഞു കൊടുത്തതല്ലോ ഉണ്ണി. അശ്വതിക്ക് കാവ് തീണ്ടു നിൽക്കുന്ന നേരത്തല്ലേ മുത്തച്ഛനെ കൊണ്ട് ഭാഗാധാരത്തിൽ ഒപ്പുവെപ്പിച്ചത്. എന്റെ ജീവിതത്തിനിടയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും ഞാനത് എടുത്തോണ്ട് വരട്ടെ മുത്തശ്ശ? ഇല്ല, അത് നടക്കില്ല. അവനത് തരികില്ല മോനെ. തരികയില്ലെന്ന് എന്നോട് പറഞ്ഞു. അത് സാധാരണ ചിലമ്പല്ല, ദേവിയുടെ ചിലമ്പിൽ രത്നക്കല്ലുകൾ പതിച്ചിട്ടുണ്ട് മോനെ. ജന്മ പരമ്പരകളായി നമ്മുടെ തറവാടിന്റെ ഐശ്വര്യമാ ദേവി അനുഗ്രഹിച്ചു തന്ന ആ പൊൻചിലമ്പ്. ആ ദ്രോഹി അത് വിൽക്കാൻ പോലും മടിക്കില്ല മോനെ. മുത്തച്ഛൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ വാളും ചിലമ്പ് എടുത്തോണ്ട് വന്ന് ഞാൻ മുത്തച്ഛന്റെ കാൽക്കൽ വെക്കാം. എന്നാ മോനെ കാപ്പി. അച്ഛന് കാപ്പി വേണോ? ഇപ്പൊ വേണ്ട,
പിന്നെ മതി. ആ മോനെ, നീ നേരം വൈകിക്കണ്ട. ഇപ്പൊ പുറപ്പെട്ടാലേ പന്തീരടിക്ക് പൂജയ്ക്കുമ്പോ അവിടെ എത്തൂ. ദേവി, 10-12 വർഷമായില്ലേ മോളെ നീ എന്തെങ്കിലും ഒന്ന് മിണ്ടിയിട്ട്? ഒന്ന് ദേവി എന്ന് വിളിക്കേ, ഒന്ന് വിളിക്കേ. ഈ മുത്തച്ഛനൊന്ന് കേക്കട്ടെ. ദേവി എന്നൊന്ന് വിളി മോളെ. ദേവി, ദേവി, എന്റെ കുന്നത്തൂരമ്മേ, എന്റെ കുഞ്ഞിന് ഇനിയെങ്കിലും സംസാരശേഷി കൊടുക്കണേ, സ്വബുദ്ധി തിരിച്ചു കൊടുക്കണേ. ആ മോനെ, ഇവരുടെ 4 പേരും പറഞ്ഞ് ഭഗവതിക്ക് ഒരു കുരുതി പുഷ്പാഞ്ജലി നടത്തും. എല്ലാം ദേവി നേരെയാക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. സൂക്ഷിച്ചു പോണം മോനെ. ആൾത്തറയിൽ കിടന്ന് മഞ്ഞ കൊള്ളരുത് എന്ന് വെച്ച് തറവാട്ടി കയറി ചെല്ലാനും പോകണ്ട. എന്തിനും മടിക്കാത്ത കൂട്ടരാ. നീ ഞാനും മരുന്ന് മോനെ, അവിടം വരെ. മുത്തശ്ശ, ആ വാളും ചിലമ്പും കൊണ്ടേ പരമ തിരിച്ചു വരും. സമയത്രേ? 4 മണി. കുന്നത്തൂർ എപ്പോഴെത്താ? ഉടനെ എത്തും. ആ, അടുത്ത. ഒരു കുരുതി പുഷ്പാഞ്ജലി. പേരും നാളും പറയാ. നാളെന്താ? അശ്വതി. പേര്? പാർവതി. ആ, പ്രദർശനം വെച്ച് വന്നോളൂ. പ്രസാദം തരാട്ടോ. ഓ ഓ. വാ
പ്രസാദം. ആ പ്രസാദം പ്രസാദം. എല്ലാരും വരിവരിയായിട്ടിരിക്കൂ. വരി പിന്നെ ആട്ടോ ഒന്ന് വേഗം തരുന്നേ. എന്താ വെറുതെ? എന്താ സാധേട്ടാ? നീ എന്താ ഇതിൽ അമ്പലത്തിൽ വരാഞ്ഞേ? ഇന്നലെ വ്യാഴാഴ്ചല്ലേ? വ്യാഴം വെള്ളിയൊന്നും ഇല്ല, എല്ലാ ദിവസവും അമ്പലത്തിൽ വരാം. സരോജ് വന്നില്ലേ? അവൾക്ക് സുഖമില്ല. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സരസ്വതി, അല്ല ഇന്ന് സ്കൂളിൽ നിനക്ക് കൊണ്ട് പോണം. അല്ല ഇത് ആരാത്? ഒറ്റയ്ക്കേ ഉള്ളൂ? ആ ഒറ്റക്കല്ലാണ്ട് പിന്നെ ആർന്നാള്? ഞാൻ ദിവസവും മുടങ്ങാതെ പ്രസാദം തരണ്ട്. സാവിത്രി എന്നെ ഇങ്ങോട്ട് പ്രസാദിക്കണില്ല. എന്നാ പരമല്ലേ ഇങ്ങനെയുണ്ട് വലുതാവലെ? മുത്തച്ഛന്റെ വാലെ തൂങ്ങി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നീ ഇവിടുന്ന് പോകുമ്പോ. എന്താ സൈലമ ഇത്? ഒരു തുള്ളലും കളി? ഒരു അമ്പലമല്ലേ? പഴയ എന്ത് പഴയതെന്നാ പറയണേ? അടികളെ ചന്ദനത്തിന് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോണ്ടേ, ഞാൻ ഇപ്പൊ വരാം. സഹദേവനും വലുതായിട്ടുണ്ട്, പക്ഷെ ഇത് ഇങ്ങനെയാണെന്ന് മാത്രം. മണ്ഡപത്തിൽ നിൽക്കണ കണ്ടപ്പോ ഏതോ വിഡ്ഢി തിരുമേനി ആയിരിക്കുന്ന ഞാൻ കരുതിയത്. അമ്പലക്കാളയല്ലേ തിന്നാൻ ഇഷ്ടം പോലെ പുല്ല്, മേഞ്ഞു കിടക്കാൻ ധാരാളം പശുക്കള്. അല്ല വരുമ്പോ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. നീ നമ്മുടെ രാമുനെ കണ്ടോ? ഇല്ല. അയ്യോ അവനെയല്ലേ കാണേണ്ടത്. ഒരു കാര്യം ചെയ്യ്, പരമൂട്ടിരിക്കും, ഞാൻ ഇപ്പൊ വരാം. പരമു എവിടേക്കും പൊക്കളരുത്, ഞങ്ങൾ ഓടുക. ആ ശരി ശരി. എന്നെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വാടി. അയ്യോ കളിക്കല്ലേ, ചുമ്മാ. ഇപ്പോഴെങ്കിലും നിനക്ക് വരാൻ തോന്നിയല്ലോ. എവിടെയായിരുന്നു ഇത്ര കാലം? നിന്റെ ഈ കുതിരാടോ നേരെ നോക്കുന്നുണ്ടോ? ഇവനാകെ മാറി നിൽക്കുന്നല്ലോ. അല്ലേ സോറിയോ? ഉയർന്ന് വെളുത്തത് സുന്ദരായിരിക്കുന്നു. നീ ആളാകെ മാറിയിട്ടുണ്ടാ. നിന്റെ ഒരു മോട്ടോർ സൈക്കിളും ചെയിനും റിസ്റ്റ് വാച്ചും. ചൂടായിട്ട് ചായ കുടി. പെട്ടെന്ന് വിട്ടല്ലേ കാല് മാറ്റേ. അച്ഛനെ ഓർത്തോടാണ്. മധുരയില്ലാത്ത ചായ. നേരെ 3 ചായ, ഒന്ന് സ്പെഷ്യലാ. കേട്ടോ വരുമോ, രാമുവിനിപ്പോ പഴയ പോലെ അമ്പലനടയില് വളക്കച്ചവടമൊന്നുമല്ല, വലിയ കോൺട്രാക്ടർ അല്ലേ. ചുമ്മാ പറയുന്നത്. കുപ്പിവളക്ക് റിബണും പാറ ഇപ്പൊ സിമെന്റും കമ്പിയൊക്കെ കച്ചവടം. നിറയെ കാശും. ചുറ്റുവട്ടത്തുള്ള പെമ്പിള്ളാരൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ട്.
പിന്നെ അമ്മയ്ക്കും ചേച്ചിക്കും മുത്തച്ഛനൊക്കെ സ്വന്തം തന്നെയാണോ പരമോ? ആ സുഖം തന്നെ. എല്ലാ ഭരണിക്കും ഞങ്ങൾ കാത്തിരിക്കും. നീയും മുത്തച്ഛനും കൂടി വരുമെന്ന് കരുതി. പഴയ പോലെ മുത്തച്ഛനിപ്പോ തുള്ളാനൊന്നും വയ്യ. നടക്കാൻ പോലും വിഷമാണ്. പിന്നെ എനിക്കെന്തോ ഇപ്പഴാ വരാൻ പറ്റിയത്. വെളിച്ചപ്പാട് പോയതോടെ കഴിഞ്ഞില്ലേ കാവുതീണ്ടലിന്റെ ആവേശവും ചൈതന്യവും ഒക്കെ? അദ്ദേഹം കച്ചകെട്ടി ആ വാളും ചെലമ്പും അരമണിയൊക്കെ ആയിട്ട് നടയെ വന്ന് നിന്നാൽ ആ നൃത്തവും അട്ടഹാസവും രക്തപ്രവാഹവും രാമന് ഓർമ്മയില്ലേ? കാളി പ്രത്യക്ഷപ്പെടുന്നു എന്ന് തോന്നുന്നു. എന്നാലും എന്റെ സഹദേവ, താൻ ഇത്രയും കാലം ഈ അമ്പലപ്പറമ്പിൽ കഴിഞ്ഞിട്ടും വെടിവെച്ച് കേൾക്കുമ്പോഴുള്ള തന്റെ ഞെട്ടല് മാറിയില്ലല്ലോ. എന്ന് പറഞ്ഞ ഓർക്കപ്പുറത്തില്ല അവന്മാർക്ക് അതിലേക്ക് തീ കൊടുത്തണേ. ഒന്ന് പറഞ്ഞിട്ടായിക്കൂടെ ഇതൊക്കെ? പരമു ഞെട്ടിയില്ലല്ലോ. ഞാൻ ഞെട്ടില്ല. ഒരു വെടിക്കെട്ട് പുര മുഴുവനോടെ പൊട്ടിത്തെറിക്കുന്നതും അതിലെന്റെ അച്ഛൻ പിടഞ്ഞു മരിക്കുന്നതും കണ്ടവനാ ഞാൻ. കുട്ടിക്കാലത്ത് കണ്ടതാണെങ്കിലും ആ ചതി ചെയ്തവരെ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല, മറക്കുകയുമില്ല. പിന്നെ പരമു, നിങ്ങൾ ഇവിടുന്ന് പോയിട്ടിപ്പോ 10-15 വർഷമായില്ലേ? അവിടെ എന്താ നിനക്ക് ഏർപ്പാട്? ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. ആ, ഞാൻ തറവാട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. രാമു, ഇത് നിന്റെ മുറിയിൽ വെച്ചോ. അവിടെ ആരെങ്കിലും കാണില്ലേ? ഓ, കാണും. ആ നായര് ഭൂമുഖ തന്നെ കാണും, കാവല് നായെ പോലെ. ആ പിന്നെ നിന്റെ പഴയ കളിക്കൂട്ടുകാരി ഇല്ലേ അംബിക? അവൾ അകത്തുണ്ടാവും, വല്ല നോയമ്പും വ്രതമൊക്കെ ആയിട്ട്. ആ, പോയിട്ട് വരാം. അമ്പലത്തേക്ക് വന്നാ മതി. കളിക്കാ. ഞാൻ ജനിച്ചു വളർന്ന എന്റെ തറവാടിന് വർഷങ്ങൾ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഓടിക്കളിച്ച് ഈ മുറ്റത്ത് ഒരുപാട് ദുഃഖങ്ങളുമായി ഞാനിതാ വീണ്ടും. ഇത്രയും കാലം തന്റെ മോളുടെ ഔദാര്യം കൊണ്ട് ഇവിടെ കഴിഞ്ഞു. അവളുടെ ആണ്ടുശ്രാദ്ധം കഴിയാനാ ഞാൻ കാത്തെ. ഇപ്പൊ അത് കഴിഞ്ഞില്ലേ? ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ തറവാട്ടിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്ങടാ വേണ്ട വെച്ചാ പൊക്കോളെ. ഈ തറവാട്ടിൽ ജീവിക്കേണ്ടവരെയാ താൻ ഇറക്കി വിടുന്നത്, അത് ഓർമ്മ വേണം. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ വിറ്റ് നശിപ്പിച്ചപ്പോ ഓർക്കണ്ടിരുന്നു തറവാടിനെ കുറിച്ച്. കുറെ കാലം പൊടി പൊടിച്ചില്ലേ? വെടിക്കെട്ടും താലപ്പൊലിയും എന്തായിരുന്നു ഒരാഘോഷം. ഇപ്പൊ അനുഭവിച്ചോളീ. ഞാൻ അത്യുത്വാനം ചെയ്തുണ്ടാക്കുന്നത് എന്റെ കുട്ടികൾക്ക് വേണ്ടാ. എന്റെ മുതുമുത്തച്ഛന്മാരുടെ കാലത്തേ ഉള്ള തറവാടായത്. അത് താൻ ചതിച്ച് കൈവശപ്പെടുത്തുകയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അറിയാലോ. എന്നാ നാട്ടുകാർ നിങ്ങളെ ഞാൻ എടുത്തോട്ടെ. നിങ്ങളെ വെയില് മൂക്കിന് മുമ്പേ സ്ഥലം വിടുക നല്ലത്. അഥവാ ഇനി നിന്ന് തർക്കിക്കാനാ ഭാവമെങ്കിൽ ഈ അപ്പുനാളുടെ ഭാവം മാറും. പ്രായത്തിന് മൂത്താണെന്ന് നോക്കില്ല. ഞങ്ങൾ പോകുന്നാടോ, പക്ഷെ അകത്തിരിക്കുന്ന ഭഗവതിയുടെ വാളും ചെല്ലുമ്പോഴെങ്കിലും എനിക്ക് തരണം.
അതാ കിളവന്റെ മനസ്സിലിരിപ്പ്. ഇത് ഞാൻ നേരത്തെ ആലോചിച്ചോണ്ട് ഇപ്പൊ രക്ഷപ്പെട്ടു. ആധാരത്തിൽ ഒപ്പുവെച്ചപ്പോ എല്ലാം ഒന്നും വായിച്ചു നോക്കിയില്ല അല്ലേ? തറവാടും തറവാട്ടിലെ സകലവിധ വസ്തുക്കളും എന്നാ ഞാൻ ചേർത്തിരുന്നേ. പിന്നെ എങ്ങനെയാ വാളും ചിലപ്പോ നിങ്ങളതാവണേ? ഇവൻ നശിച്ചു പോണേ എന്റെ ദേവി. ഓഹോ, ദേവി തന്നെ കുട്ടായല്ലേ? ഇറങ്ങി പോടോ അവിടുന്ന്. കൂടെ രണ്ട് പെണ്ണുങ്ങളുണ്ടല്ലോ, അവറ്റകളെ വിറ്റാല് തനിക്ക് ജീവിക്കാം. അയ്യോ അച്ഛാ, അച്ഛാ, അയ്യോ അച്ഛാ. പരമിരിക്കൂ. ഒടുക്കം പരമു വന്നല്ലേ? ആ, വരേണ്ടി വന്നു. ഇവിടുന്ന് പോകുമ്പോ പരമ എത്ര ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പോ വളർന്ന് വലിയ ആളായിരിക്കുന്നു. അംബിക ഒരുപാട് വലുതായിട്ടുണ്ട്, സുന്ദരിയായി. നേരെ കണ്ടിട്ടും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിരോധമില്ലെങ്കിൽ ഞാനും തൊട്ടു നോക്കട്ടെ. ആരാ അവിടെ? ആരാ പൂമുഖത്ത്? മനസ്സിലായില്ലല്ലോ. ഇപ്പൊ മനസ്സിലായോ? ഇല്ല.
പണ്ട് ഈ തറവാട്ടിലെ കാരണവരെ ചതിയിലെല്ലാം നഷ്ടപ്പെടുത്തി ഈ പടിയിറക്കിയത് ഓർമ്മയില്ലേ? അന്ന് ആ കാരണവരുടെ കൂടെ ഒരാൺതരി ഉണ്ടായിരുന്നു, പരമു. അവൻ തിരിച്ചു വന്നതാണ്. എന്തിനാണെന്നറിയോ? ബന്ധുക്കളേക്ക് ഒന്ന് കാണാമല്ലോ. എടാ, നിന്നോടൊക്കെ ഈ പണിക്കകത്ത് കാല് കുത്തരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. പിന്നെ എന്താ അവകാശം പറഞ്ഞോണിപ്പോ? ബന്ധുക്കളാണ് പോലും, ബന്ധുക്കള്. ബന്ധുക്കളല്ലെങ്കിലും നമ്മൾ തമ്മിൽ കുറെ കടങ്ങൾ ബാക്കിയില്ലേ? വെടിക്കെട്ട് പുരയിൽ ഉറങ്ങിക്കിടന്നിരുന്ന എന്റെ അച്ഛനെ തീ വെച്ച് കൊന്ന നിങ്ങളെ ആ രാത്രിയിൽ ഞാൻ കണ്ടതാണ്. എനിക്കത് മറക്കാൻ കഴിയൂ? ഇപ്പോ പ്രധാനമായി ഞാൻ വന്നത്, മുത്തച്ഛൻ തീരെ കിടപ്പിലാണ്. ഏതു നിമിഷം എന്തും സംഭവിക്കാം. മരിക്കണതിന് മുമ്പ് ആ വാളും ചിലമ്പും തൊട്ടു തൊഴണമെന്നുണ്ട്. അരക്കകത്തെ വാളും ചിലമ്പും കൊണ്ടുപോകാനാ ഞാൻ വന്നത്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ആ വാളും ചെല്ലുമ്പോ ഈ തറവാട്ടിൽ ഇരിക്കണത്തോളം കാലം നിനക്കൊന്നും ഉറക്കം വരില്ല അല്ലേടാ? നീ അതും വിട്ടു പിടിക്കണം, എന്നിട്ട് വേണം ഇവിടെ ദുർമരണങ്ങൾ ഉണ്ടാവാൻ. നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എന്താ അവകാശം? എന്റെ മുത്തച്ഛന്റെ ചോരയും വിയർപ്പും ഉണങ്ങിപ്പിടിച്ച വാളും ചെല്ലുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ തറവാട്ട് സ്വത്ത്. നിന്റെ മുത്തച്ഛനെ എന്റെ കാല് പിടിച്ച് ചോദിച്ചാ, എന്നിട്ട് ഞാൻ കൊടുത്തില്ല. പിന്നെ അപ്പൊ നിനക്ക് തരണേ? ഇപ്പൊ ചോദിക്കുന്നത് വൃദ്ധനോ അവശനോ ആയ മുത്തച്ഛനല്ല, കൈകൾക്കും മനസ്സിനും കരുത്തുള്ള ഈ തറവാട്ടിലെ ഇളയ സന്തതിയാണ് പരമു. പട്ടി എന്ത് പറഞ്ഞ പരമു, അണ്ണും പിടിയും കാട്ടി എന്നെ ഭയപ്പെടുത്താനാ വിചാരം? ഇറങ്ങി പോടായിരുന്നു. അല്ലെങ്കിൽ നിന്റെ ഈ കരുത്തുള്ള കൈയുണ്ടല്ലോ, അടിച്ചു ഓട്ടിക്കും ഞാൻ. ഞാൻ പോവാണെന്ന് കരുതണ്ട. ആ വാളും ചെല്ലുമ്പം കൊണ്ടേ പരമു ഇവിടുന്ന് പോവും. ഞാൻ ഇനിയും വരും. അതെ, നിന്റെ അവസാനത്തെ വരവായിരിക്കും. അവസാനം ആരുടെ ആയിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ തീക്കർ ചെറുക്കന്റെ ഒരു അഹന്ത? പരമു, എന്നോടും ദേഷ്യമാണോ? നീയോ തറവാട്ടിലല്ലേ? അയാളുടെ മകളല്ലേ? എല്ലാം കണക്കാ. അത് പരമുവിന്റെയും കൂടി തറവാടല്ലേ? ആണോ? എന്നിട്ടാണോ ഞങ്ങളെ പടിയിറക്കിയത്? എല്ലാം കണ്ടും കേട്ടും കരയാനും പ്രാർത്ഥിക്കാനും അല്ലാതെ എനിക്കെന്തോ ചെയ്യാനൊക്കെ പരമു. പരമുവിനറിഞ്ഞൂടാ ഞാൻ എങ്ങനെ അവിടെ കഴിയുന്നെന്ന്. ഒന്നും മിണ്ടാൻ കൂടി ആരുമില്ലാണ്ട് ആ 4 കെട്ടിൽ തടവിലാ ഞാൻ. എന്നെ കല്യാണം കഴിച്ചയക്കാൻ അച്ഛൻ ഒരുപാട് ശ്രമിച്ചു. എനിക്ക് ചൊവ്വാദോഷാണത്ര, അഷ്ടമത്തിൽ ചൊവ്വാദോഷമുള്ള പെണ്ണിനെ ആര് കല്യാണം കഴിക്കാനാ? ഇത്രയും കാലം ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം ദേ ഈ കളിക്കൂട്ടുകാരനായിരുന്നു. എന്തെങ്കിലും കാണാതിരിക്കില്ലല്ലോ എന്ന വിശ്വാസം. എന്നും പരമുവിന് വേണ്ടി മാത്രമേ ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കാറുള്ളൂ. ചൊവ്വാദോഷത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ഇത്രയും കാലം കാത്തിരുന്നതിന്, ഇത്രയും കാലം പ്രാർത്ഥിച്ചതിന് ഇന്നർത്ഥം ഉണ്ടായി. എന്റെ പരമു തിരിച്ചു വന്നല്ലോ. എന്റെ അമ്മയ്ക്ക് എന്തൊരു സ്നേഹായിരുന്നു പരമുവിനോട്. ഇപ്പൊ അവിടെ കണ്ടില്ലേ, അവരാണ് എന്റെ രണ്ടാനമ്മ. ക്രൂരയായ ഒരു സ്ത്രീ. നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പരമ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ഓർക്കാറുണ്ട്, ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് വലുത് അതൊന്നും അല്ല അമ്പിയെ. എനിക്ക് ആ വാളും ചിലമ്പുമാണ് വേണ്ടത്. ദുരന്തങ്ങളൊന്നും വരുത്തി വെക്കില്ല എന്റെ ദേവി.
ശിവൻ ചേട്ടനല്ലേ അത്? അതെ, ഡോക്ടർ ശിവൻ. ചേട്ടൻ ഫസ്റ്റ് ക്ലാസ്സിൽ MBBS പാസ്സായി. പിന്നെ പ്രാക്ടീസ് തുടങ്ങിയില്ല. പകരം മന്ത്രവാദം പഠിക്കാൻ തുടങ്ങി. ഇപ്പോ ഇതാണ് അവസ്ഥ. നാട്ടുകാരുടെ മുമ്പേ വെറും ഒരു ഭ്രാന്തൻ. എന്റെ ഒരേ ഒരു കൂടപ്പിറപ്പ്. എന്താ ഡോക്ടറെ, മന്ത്രവാദമൊക്കെ തീർന്നോ? ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. കുടുംബത്തെ മൂത്ത സന്തതിയാ. എന്റെ ഒരു തലവിധി. അമ്പി, എന്താ അകത്ത് ദേവി ഉണ്ടോന്ന് നോക്ക. ദേവിയൊക്കെ എന്നെ ഈ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നു. അച്ഛനിരിക്കുന്നിടത്ത് ദേവിയോ? അത് കൊള്ളാം. എന്തായിരുന്നു ഒളിപ്പ്? വധിക്കാൻ പരമനെ കിട്ടിയല്ലേ? ഇരി ഇരി ഇരി. എന്നാലും എന്റെ വളക്കച്ചവടക്കാരാ, നീ ഇതല്ല എങ്ങനെ നേടി? കഠിനാധ്വാനം, പിന്നെ ദേവി കടാക്ഷു. ശരിയാ. ആ കഥ അറിയണോ പരമുന്? ഞാനെപ്പോഴും ഈ അമ്പലത്തിൽ കഴിയുന്ന ഒരാളാണല്ലോ. ഇവന്റെ പങ്കപ്പാട് ദുരിതം കണ്ട് ഞാൻ ഒരു ദിവസം ദേവിയോട് പറഞ്ഞു, അമ്മേ അവൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കി കൊടുക്കണേന്ന്. ഞാൻ പറഞ്ഞ ആ ദേവിക്ക് തള്ളിക്കളയാൻ നോക്കൂല. ഇതേ ചോദിച്ചു നോക്ക്. അതിനുശേഷം ഇവന് വെച്ചടി കേറ്റാ. എന്നാ പിന്നെ നിന്റെ കാര്യം കൂടി പറയാറുന്നല്ലേ ദേവിയോട്? എനിക്കിപ്പോ എന്താ ഒരു കുഴപ്പം? അല്ലെങ്കിൽ തന്നെ ഇവനൊരു നന്മയുണ്ടായ അത് എനിക്കും കൂടെ ഉള്ളതല്ലേ. അല്ല, താൻ നമ്മളത്തെ പണിക്ക് പോണില്ലേ? പരമ വന്നുകൊണ്ട് ഞാൻ ഇന്ന് അമ്പലത്തിലേക്കില്ല. എല്ലാം നാണുവിനെ ഏൽപ്പിച്ചിരിക്കാം. പരമോനെ എങ്ങ് പോണ്ട അല്ലേ സഹദേവ? പരമോ, നീ എന്റെ കൂടെ കുടിക്കൂ. കോൺട്രാക്ട് പണിക്ക് എന്ത് പറയുന്നു? കൂടാ, പക്ഷേ അതിനുമുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെന്താ? പറയാം. അല്ല, നീ ഇത്രയും കാലം അവിടെ എന്ത് ചെയ്യായിരുന്നു? എവിടെ ആയിരുന്നു പോലും അറിയിക്കാതെ? ആരുമായിട്ടും ബന്ധപ്പെടണമെന്ന് തോന്നിയില്ല. മനസ്സ് നിറയെ പകയായിരുന്നു. എന്റെ അച്ഛനെ കൊന്നവരോടും ചേച്ചിയുടെ ജീവിതം തകർത്തവരോടും വാളും ചിലമ്പും പോലും എടുക്കാൻ അനുവദിക്കാതെ സ്വന്തം തറവാട്ടിൽ നിന്നും ആട്ടിപ്പറഞ്ഞവരോടും ഒരുതരം തീയിൽ നിൽക്കുന്ന പോലെ എല്ലാറ്റിനും വെട്ടി അറിയണമെന്ന് തോന്നൽ. ഒരാവേശത്തിൽ മുത്തച്ഛനോട് പറഞ്ഞ് കളരിപ്പയറ്റ് വരെ പഠിച്ചു. കരുത്തുകൊണ്ടും ആയുധം കൊണ്ടും ശത്രുക്കളെ എതിരിടാൻ. പിന്നെ കുറെ കഴിഞ്ഞപ്പോ അതും ബോറടിച്ചു. ഇപ്പൊ ചില കറസ്പോണ്ടൻസ് കോഴ്സും വായനശാലയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഇങ്ങോട്ട് പ്രധാനമായി ഞാൻ വന്നത് ചില ഉദ്ദേശത്തോടെയാണ്. തറവാട്ടിൽ അറയ്ക്കകത്ത് നിന്നും വാളും ചിലമ്പും എടുക്കണം. അത് മുത്തച്ഛന്റെ കാൽക്കൽ വെച്ച് എനിക്ക് നമസ്കരിക്കണം. അതെന്റെ കടമയാണ്. തറവാട്ടിലെ ഇളയ സന്തതിയുടെ കടമ. അതിനുവേണ്ടിയാണ് ഞാൻ വളർന്നു വലുതായെന്നൊരു തോന്നൽ. അതിപ്പോ എടുക്കണമെന്ന് പറഞ്ഞ അപ്പനാര് സമ്മതിക്കുമോ? സമ്മതിച്ചില്ലെങ്കിൽ കരുത്തുകൊണ്ട് നേരിടണം. അയാളെ വെട്ടി വീഴ്ത്തേണ്ടി വന്നാലും ആ വാളും ചിലമ്പും ഞാൻ എടുക്കും. വെട്ടാനും കൊല്ലാനും ഒന്നും പോകണ്ട. നീ ഒരു കാര്യം ചെയ്യ, അപ്പനാരൊക്കെ സ്നേഹമായിട്ടും ചോദിച്ചു നോക്ക്. കിട്ടിയാലായില്ലോ, പോയാലൊരു വാക്ക്. അയാൾ തരില്ല. ഞാൻ ചോദിച്ചു. ഇനി ഞാൻ അങ്ങോട്ട് ചെന്നാ അതിന്റെ അവസാനമായിരിക്കുമെന്ന്. ആറാം വാരിക്കിട്ട് ചവിട്ട് കൊടുക്കാനാ തോന്നിയത്. അതുപോട്ടെ, നീ അമ്പിയെ കണ്ടോ? ആ, കണ്ടു. ശിവൻ ചേട്ടനെയും കണ്ടു. ഏയ്, ആ ശിവന്റെ കാര്യം പറയാണ്ടിരിക്കാ ഭേദം. മേലുവേദനയ്ക്ക് എന്തെങ്കിലും മരുന്ന് വേണമെന്നും പറഞ്ഞ് ഞാൻ ഒരു സോടെ ചെന്നു. എന്നെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി ഒരു സൂചി വെച്ചു. പിന്നെ 2 ദിവസത്തേക്ക് ആകാശത്തൊക്കെ ഇങ്ങനെ പറന്നു കിടക്കുന്നു.
തലയ്ക്കകത്ത് എപ്പോഴും ഒരു പഞ്ചവാദ്യം. അവനൊരു കാര്യമുണ്ട്, ഈ മേലുവേദന എന്ന് പറയുന്ന ഒരു സാധനം എനിക്കുണ്ടായിട്ടില്ല. അത് സത്യമാ. അതെ, അമ്പി എന്ത് പറഞ്ഞു? വാളും ചിലമ്പ് എടുത്തരാൻ നിനക്ക് അവളോട് പറയാമായിരുന്നില്ലേ? പറഞ്ഞ പോലെ രണ്ടുപേരും പഴയ കളിക്കൂട്ടുകാരാണല്ലോ. ഇപ്പോഴാണെങ്കിൽ ഒരോട് പറയാനും ഉണ്ടാവും. കണ്ടിട്ടും കാലം കുറച്ചായല്ലോ. അപ്പോഴേ എനിക്കൊരു സംശയം. ഈ ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞു വരുത്തി ആ കുട്ടി ഇവന് വേണ്ടി കാത്തിരിക്കുകയല്ലായിരുന്നോ? കയ്യാങ്കളി കഥയൊക്കെ എന്റെ അടുത്ത് എടുത്താണല്ലോ. ആ കേറി പോരാ വച്ചേ, ഇവിടെ അന്യന്മാരായിട്ട് ആരും ഇല്ല. വാ. എന്താണാവോ പാത്രത്തില്? ഇഡ്ഡലി ചമ്മന്തി ആയിരിക്കും, അല്ലെ പഴം പുഴുങ്ങതായിരിക്കും. പാൽപ്പായസം. എനിക്ക് ബഹുവിശേഷായി. പ്രേമം മധുരിച്ച് മധുരിച്ച് പാൽപ്പായസം വരെ ആയി. പരമൂര് ആളെ മനസ്സിലായില്ലേ? നമ്മുടെ അമ്മണി വാരച്ചേരുടെ മോള് രമണി. ഓ, ഇപ്പൊ മനസ്സിലായി. പണ്ട് നീ വളയിടിക്കാൻ കൈ പിടിച്ചപ്പോ കരഞ്ഞോണ്ട് ഓടിയ പാർട്ടിയല്ലേ? ആ അത് തന്നെ സാധനം. ഇവന്റെ വളക്കച്ചവടം പൂട്ടാൻ കാരണം ഈ കൊച്ച. രാവിലെ സ്കൂളിൽ പോകുമ്പോഴ്, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോഴ്, തിരിച്ചു പോകുമ്പോഴ്, വൈകുന്നേരം വരുമ്പോഴ് ഒക്കെ ഇവൻ പിടിച്ച് വളയിടിക്കും. കാശൊട്ട് വാങ്ങുകയില്ല. അങ്ങനെ ഇട്ടിട്ട് വള മുഴുവൻ തീർന്നു. അങ്ങനെ അതിന്റെ വളക്കച്ചവടം പൂട്ടിയത്. അതിൽ പിന്നെ ഈ കോൺട്രാക്ട് പണി തുടങ്ങിയത്. ഇല്ലടാ, എന്നാ പായസം കൊണ്ട് കൊടുക്ക. അയ്യോ, ഇതേ ഈ ചേട്ടനാ. തറവാട്ടിന്ന് അംബിക ചേച്ചി സമ്മതിച്ചതാ. എടാ പരമു, നീ ഇവിടെ വന്നിട്ട് ഇത്ര നേരല്ലേ ആയുള്ളൂ. അതിനിടെ ഈ കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചോ? ഇക്കണക്കിന് ഇവൻ ഇവിടെ 2 ദിവസം നിന്നാലത്തെ കഥ എന്താ? അതെ അതെ. നീ അകത്ത് 2 ഗ്ലാസും എടുത്തു. ആ അപ്പൊ സഹദേവ, ഞാൻ പോണതിന് മുമ്പ് ഇവരുടെ ഈ പരിപാടി അങ്ങ് നടത്തണം. പിന്നെ കാര്യായി. ഞാൻ പോവാ. രമണി, ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് പോ. എനിക്ക് വേണ്ട. വേണ്ടല്ലേ? അതിന്റെ ഒരു നാണം. ഒറ്റയ്ക്കാവുമ്പോ കാണാം കളിയും ചിരിയും പാട്ടും.
വലിയ അഭ്യാസിയാണല്ലോ. ശത്രുക്കളെയൊക്കെ നേരിടണ്ടേ? ആരൊക്കെ ശത്രുക്കള്? അതൊക്കെയുണ്ട്. ഞാൻ ഹേയ്, അമ്പി എങ്ങനെ എന്റെ ശത്രുവെന്ന്? ഞാൻ പിന്നെ ആരാ? അംബിക അംബിക എന്റെ പിന്നെ ഞാൻ എന്റെ അംബിക എന്റെ പിന്നെ ഇപ്പൊ എന്താ പറയാ? ഭാര്യ ഭാര്യ എന്ന് പറയണ. ഭാര്യ ഭാര്യ എന്ന് പറയണ. ദുന്ദുഭീതൻ താളമേളം മേളം 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 പുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം ആതിരരാവിൽ താളിയുമായി പുരവൈരാൻ കൂട്ടുകൂടി കുമ്മിയടിക്കാൻ കൂടെ വരില്ലേ ദേവി പുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം
അത് വെറുതെ എവിടെയെങ്കിലും പെട്ട് കാണും. ഏയ് കക്കാൻ പഠിച്ചാൽ നിക്കാൻ പഠിക്കണം, അല്ലാണ്ട് പെടുകയെന്നുള്ളത് നമ്മുടെ ജാതകത്തിലില്ല. അതൊക്കെ ദേ ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. സാധാരണ പാർട്ടി, സാധാരണ പാർട്ടി ഇതോ? കൊള്ളാല സാധനം. കണ്ണിന് വല്ല തകരാറുണ്ടോ? ആരെയാ നോക്കുന്നേ? ആ ചേട്ടൻ എവിടെ? അവിടെ വിളിച്ചു നിൽപ്പുണ്ട്. ഇതാര്? നന്ദിനി കുട്ടിയോ? ഞാൻ ഈ കിടുകാരനല്ലിയുടെ വേരുത്തി കിട്ടുമെന്ന് നോക്കായിരുന്നേ. അമ്പലത്തിൽ കയറിയില്ലേ? നല്ലോണം തൊഴുതില്ലേ? ആ എങ്കിൽ സന്തോഷമായിട്ടങ്ങ് ചെല്ല്. വീട്ടിലേക്ക് അമ്മ നോക്കിയിരിക്കുന്നുണ്ടാവും. അമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നേ, ചേട്ടനെ വിളിച്ചോണ്ട് ചെല്ലാൻ. ഇനി ചേട്ടനെ കൊണ്ടല്ലാതെ വീട്ടിൽ കയറി ചെല്ലണ്ടെന്നും പറഞ്ഞു. നീ കുളിച്ചിട്ട് മാസം 2 അമ്മ ചോദിക്കണേ. അയ്യേ അശ്രീകരം. കുളിക്കാണ്ട അമ്പലത്തിൽ പറഞ്ഞേ, ഒക്കെ അജിത്താകില്ലേ? പൊക്കോളൂ പൊക്കോളൂ. അയ്യോ, ആ കുളിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ ചേട്ടൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പൊ ഈ പുഷ്പാഞ്ജലി ആണെന്ന് വെച്ചാൽ ഒരു 1.5 ഉറുപ്പ്യാവും. അതല്ല ഇനിയിപ്പോ ഈ രക്തപുഷ്പാഞ്ജലി ആണെങ്കിൽ ഈ അവിടുന്ന് ഇവിടുന്ന് ആളുകൾ നോക്കാനുണ്ട്. നീ ഇപ്പൊ സ്ഥലം വിട്ടു, ഉച്ചപൂജ കഴിഞ്ഞ് പടച്ചോറും കൊണ്ട് ഞാനങ്ങ് വരുമെന്ന് അമ്മയോട് പറഞ്ഞേ. സത്യമായിട്ടും വരൂ? ദേവിയാണ് സത്യം, സഹദേവനാ പറയണേ. പൊക്കോ. ഓരോരോ മാരണങ്ങൾ മനുഷ്യനെ മെനക്കെടുത്ത മാറണം. എടാ ഇവൻ ആ പെണ്ണിനെ വിളക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്നറിയോ? കാര്യം കഴിഞ്ഞപ്പോ കണ്ടില്ലേ? എടാ ആ തള്ള കൂടില്ല ഞാൻ നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇപ്പൊ കാണാറുണ്ട് കഴുത്തിന് പിടിച്ച് പൊക്കിക്കൊണ്ട് പോകണം, അറിയോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഈ പറയണേ? അതിനെ ചുറ്റി കിടന്നപ്പോ ആ തള്ള വിളിച്ച് അകത്ത് കയറ്റി ചോറ് തന്നു. രാത്രി അവിടെ കിടന്നോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ പെണ്ണിന്റെ പല്ലുതപ്പും കുളിയൊക്കെ തെറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും അങ്ങ് ഏറ്റെടുത്തോ. ഏറ്റെടുക്കാൻ കൊള്ളാവുന്ന ഒരു സാധനെ ഓടാ ഇവിടുന്ന്. ഇവിടെയായിരുന്നു എന്റെ അച്ഛന്റെ വെടിക്കെട്ട് പുര. അക്കൊല്ലത്തെ വെടിക്കെട്ടിന്റെ കോൺട്രാക്ട് പിടിക്കാൻ പണം പോരാതെ വന്നപ്പോ ബാക്കി സ്വത്തുകൂടെ എഴുതി വാങ്ങിച്ച് അംബികയുടെ അച്ഛൻ എന്റെ അച്ഛനെ പണം കൊടുത്ത് സഹായിച്ചു. അന്നെല്ലാവരും അയാളെ സ്തുതിച്ചു. ആവശ്യം വന്നപ്പോ അറിഞ്ഞുകണ്ട് സഹായിച്ചല്ലോ. സഹായിച്ചു എന്ന പേരുണ്ടാക്കി അയാൾ എന്റെ അച്ഛനെ വകവരുത്തുകയായിരുന്നു. പടക്കപ്പുരയ്ക്കകത്ത് പണിത്തരങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ താലപ്പൊലിയുടെ തലേന്ന് വെടിക്കെട്ട് പുരയ്ക്കകത്ത് കിടന്നുറങ്ങിയിരുന്ന എന്റെ അച്ഛന് തറവാട് കൈവശപ്പെടുത്താൻ അയാൾക്കുണ്ടായിരുന്ന ഏക തടസ്സം എന്റെ അച്ഛനായിരുന്നല്ലോ. ഭഗവതി, ശങ്കര ഇതൊന്നും അങ്ങ് എടുത്തു വെച്ചേക്കോ. അയ്യോ അമ്മേ. ഓലപ്പടക്കം എത്രണ്ണായി? 10,000 ആയിട്ടുണ്ട്. 5000 കൂടി നാളെ വൈകുന്നേരത്തേക്ക് ശരിയാവണം കേട്ടോ. ഓ ആ രാത്രി നേരം വളരെ വൈകി, നിങ്ങൾ എല്ലാവരും പോവല്ലേ. ആ പിന്നെ ശങ്കര, കരിമരുന്നിന്റെ പണിയാ. എപ്പോഴാ എന്താ പിഴയ്ക്കാന്നറിയില്ല. ശങ്കരൻ വീട്ടിൽ പോകുമ്പോ പരമൂനെ വീട്ടിൽ കൊണ്ടായിക്കോളൂ. ഞാൻ അച്ഛനും കൂടി കിടക്കൂ. ഷാഠ്യം പിടിക്കരുത് കൂട്ടാ. പണിത്തരങ്ങള് നിറഞ്ഞിരിക്കല്ലേ ഇവിടെ. അച്ഛൻ അവിടെ കിടന്ന ഉറക്കം വരില്ല. അമ്മ കാത്തിരിക്കും. പോയിക്കോളൂ. ഇല്ല, ഞാൻ അച്ഛനെ വിട്ട് പോവില്ല. വികൃതി കാട്ടുകയല്ലേ. മോനൊരു കാര്യം ചെയ്യേ, ഇപ്പൊ പോയിട്ട് നാളെ രാവിലെ നേരത്തെ ഇങ്ങോട്ട് പോരൂ. അച്ഛനോടെ കാത്തിരിക്കും. നാളെ നേരത്തെ വരണം കേട്ടോ. അച്ഛനോടെ കാത്തിരിക്കില്ലേ? നല്ല കുട്ടിയല്ലേ? ആ
പ്രാണവേദന കൊണ്ട് എന്റെ അച്ഛൻ എത്ര നേരം പിടഞ്ഞു കാണും. അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഇത്? ഇവിടെ ഉണ്ട് മൂപ്പര്. അല്ല നമ്മുടെ പഴയ വാസന ഓർമ്മയില്ല നിനക്ക്? അവനിപ്പോ പട്ടാളത്തിലാ, ലീവിന് വന്നിട്ടുണ്ട്. ഞങ്ങള് വെറുതെ അവനെ ഒന്ന് കാണാൻ വേണ്ടി കരുതാ. അപ്പൊ അവൻ ഒരേ വാശി, ഞാനിത് കഴിക്കണമെന്ന്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നമുക്കൊന്ന് കോഴിച്ചുകള. എന്താ? അയ്യോ, എനിക്ക് വേണ്ട. ദേശം മതി, ശരീരത്തിന് കടച്ചിലൊക്കെ ഒന്ന് മാറട്ടെ. എനിക്കിപ്പോ ഒരു കടച്ചിലുമില്ലെന്നേ. സ്വല്പം കഴിക്കടാ. വേണ്ടെന്ന്. വേണ്ടെങ്കിൽ വേണ്ട, തല്ലി കഴിപ്പിക്കാൻ പറ്റും. എന്റെ ഭഗവതി, ഉള്ള ബോധം കെടുത്തി തരണേ. പരമോ, ഞാനൊരു വഴി പറയാം. ഇപ്പോ തറവാടാണെങ്കിൽ ഇവിടെ ഉണ്ട്, വാളും ചിലപ്പും അറക്കാതിരിപ്പുണ്ട്. നമുക്ക് എന്നുവെച്ചാൽ പരമൂന് അത് എടുക്കണം, അത്രല്ലേ ഉള്ളൂ. അപ്പുതാണെങ്കിൽ അതിലോട്ട് സമ്മതിക്കയില്ല. അപ്പൊ നമ്മുടെ പ്രധാന ശത്രു ആരാ? അപ്പൊ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. പരമൂന് വാളും ചിലപ്പും കൊണ്ടുപോകണം. പറ്റിയാൽ അമ്പികെ. അതിനൊരു വഴിയുണ്ട്. എന്താന്ന് വെച്ചാ പറഞ്ഞു തുളയ്ക്കടാ. അപ്പുനായര് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പുനായരാകെ അവശന, ഷുഗറും ബ്ലഡ് പ്രഷറും ഒക്കെ ഉണ്ടെന്നാ കേൾവി. പോരാത്തൊരു നൊട്ട പൂശും. പ്രായം ഇത്രയൊക്കെ ആയില്ലേ, വലിയ താമസമില്ലാതെ മൂപ്പി നിങ്ങ് വടിയാകും. അപ്പുനായര് ചത്താ പിന്നെ അല്ലേ? അതുകൊണ്ട് ഞാൻ പറയണത് എന്താന്ന് വെച്ചാ, പരമു തൽക്കാലം അങ്ങ് തിരിച്ചു പോവാ. നല്ല കാര്യം പറഞ്ഞു വേണ്ടമ്മേ, വേണ്ടമ്മേ, അമ്മേ, ഞാൻ അങ്ങനെ വിട്ടാ ശരിയാവില്ല. നടക്ക. അമ്മേ, അമ്മ വേണ്ടമ്മേ. ഞാൻ അമ്പലത്തെ മാല കെട്ടാൻ പോയ നേരെ നോക്കി കണ്ണേ പൊന്നെ പൊരലേ എന്നൊക്കെ പറഞ്ഞ് എന്റെ പെണ്ണിനെ ഞാൻ വശത്താക്കി. കുറെ നാൾ ഓസിക്കേണ്ട ചോറും തിന്നു. പെണ്ണിന് ഗർഭമാണെന്ന് അറിഞ്ഞ അന്ന് മിണ്ടിപ്പോരാ, അന്ന് മുങ്ങിയതാണ് അടിച്ചു തന്നെ ശരിയാക്കി ഞാൻ. ഇറങ്ങി വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ ഇങ്ങോട്ട്. നീ വരത്തില്ലേ? എന്താ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ മര്യാദക്ക് വാ. പാടി ഇവിടെ ഇവിടെ ഇരിക്കണം. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇന്ന് പോകുന്നുള്ളൂ. ഇവിടെ ഇരിക്കവിടെ. കഷ്ടപ്പെട്ട് ചോറ് തന്നിട്ട് നിന്റെ ശൃംഗാരം ഇരുന്നോടെ മിണ്ടിപ്പോരുത്. മിണ്ടാതെ പോട്ടിരുന്നോണം. ഇത് അറിയട്ടെ, അവൻ ഇറങ്ങി വരുമെന്നൊന്ന് അറിയട്ടെ. എന്താ ചേച്ചി? കുഞ്ഞാൻ ആരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാ? അവന്റെ കൂടെ കൂടിയാലേ കുഞ്ഞും കൂടെ നാറും. ഞാൻ പറഞ്ഞേക്കാം. വെള്ളം വെക്കാതെ കമല ചേച്ചി, നാട്ടുകാർ അറിഞ്ഞ എന്റെ കുറച്ച് നിങ്ങൾക്കല്ലേ? കുറച്ചിൽ വിചാരിച്ചോണ്ടിരുന്നാലേ എന്റെ മോക്കും എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ആരും ഇലവിന് കൊടുക്കും? നീ കൊടുക്കൂ? അല്ല, അതിപ്പോ ഞാന് എന്താ നിന്റെ നാളെ ഇറങ്ങിപ്പോയോ? ഈ ഗർഭം എന്തിയാവൻ? ഞാൻ ഇറങ്ങി വേടാ. 4 പേര് കാണട്ടോ നിന്റെ മരമോന്താ.
നിങ്ങൾ കുറെ നേരമല്ല തുടങ്ങിയിട്ട് കാളമൂത്രമാര് വളവളവളാന്ന് നിർത്താറായില്ലേ? നിർത്താവിടാ മുതലേ. എന്റെ പെണ്ണിനെ അതിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ നീ ചെലവിന് കൊടുക്കാന്ന് പറ. അവന്റെ ഒരു നോട്ടം കണ്ടോ, എത്തിനോട്ടം. കള്ളൻ, കള്ള ലക്ഷണമോ മോണോളൻ. അയ്യ. ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ചേച്ചിയുടെ മോക്കും അവിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഞാൻ ചെവിൽ ആ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് മതി. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എങ്ങനെയാ ചെവിൽ കൊടുക്കട്ടെ? ഇങ്ങോട്ട് എന്ന് പറയടാ. അല്ല, അത്രല്ലേ ഉള്ളൂ. ആ, എന്റെ ചേച്ചി അത് ഈ പൂരപ്പറമ്പ് കിടന്ന് ഇങ്ങനെ വിസ്തരിക്കണോ? ചേച്ചിക്ക് ഒരു വീടില്ലേ? നീ മേടിച്ചതായിരിക്കും. അല്ല, സ്വന്തമായിട്ടൊരു വീടില്ലേ? ആ, ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് സമാധാനമായിട്ട് സംസാരിക്കാം. ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അതിന് നിന്നെ എപ്പ കെട്ടിയെടുക്കാനാ? നാളെ തന്നെ ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ. ഞങ്ങൾ 3 പേരും കൂടെ എടാ, നിർത്ത് നിർത്ത് നിർത്ത്. നിന്റെ ഈ ചപ്ലാച്ച വർത്താനം കേൾക്കാൻ തുടങ്ങിട്ട് കുറെ നാളായി. നിന്നെ എനിക്ക് വിശ്വാസമില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാനിന്ന് പോകുന്നുള്ളൂ. ഇരിക്കണേ ഇവിടെ. അയ്യോ ചേച്ചി, ഞാൻ പറയുന്നു, സഹദേവനെ വിളിച്ചോണ്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു. ആഹാ, ഏറ്റല്ലോ, കുഞ്ഞേറ്റല്ലോ. ഏറ്റു. ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, കുഞ്ഞേറ്റല്ലോ. ഇല്ലെങ്കിലേ ഇത് കുഞ്ഞിന്റെ തലയിലിരിക്കും. ചേച്ചി എന്നെ വേണേ 1-2 തല്ലിക്കൂ. വാടി, കുഞ്ഞേറ്റല്ലോ. നാളെ വൈകുന്നേരം വരെ ആരെയും അങ്ങോട്ട് കണ്ടില്ലെങ്കിൽ 3ന്റെ കുത്തി അരിഞ്ഞ് കോഴിക്കിട്ട് കൊടുക്കും പറഞ്ഞേക്കാം. ഉറക്ക പോവില്ല, 4 പേര് കാണട്ടെ. എന്താ വില സാധനങ്ങൾക്ക്? മാനുവലിയും കണ്ടതൊന്നും കിട്ടാൻ തന്നെ വലിയ വിഷമായിരിക്കും. പിന്നെ വേണേ കളർ ഗുളിക ഇത്തിരി കുറയ്ക്കാം. പക്ഷെ ആ കമ്മറ്റിക്കാര് മഹാ കച്ചറണേ. അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര നാളായി നമ്മൾ ഈ വെടിയും കൊണ്ട് നടക്കണല്ലേ? അല്ല, വല്ലാണ്ട് ദാഹിക്കണ്ട. അപ്പൊ 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോയാലോ? 1 2 3 4 5 6 ഒരു 6 സാധനം കൊടുത്തേ. ആരോട് അവിടെ ആ മർത്തി പൊട്ടിങ്ങളല്ലേ പൊട്ടനങ്ങള്. വരുമോ? വേഗം നടക്കൂ, നേരെ അറിയായി. നിന്നേ ഒരു കാര്യം പറയട്ടെ. നിക്കാൻ പറഞ്ഞാൽ നിക്കാൻ. കാര്യം പറഞ്ഞ നിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കേൾക്കൂല. ഒരു കാര്യം പറയട്ടെ, നിന്നോട് കുറെ നാളായി ഞാൻ പറഞ്ഞു തുടങ്ങിട്ട്. ബഹളം കൂട്ടാണ്ടിരിക്കുന്ന പറഞ്ഞു ഒരു കാര്യം ബഹളം നിൽക്കാതിരിക്കാൻ.
നിനക്കെന്നെ മനസ്സിലായോടാ? ഇല്ല. നീ നശിപ്പിച്ച പാർവതിയുടെ അനിയൻ പരമോനെ നീ അറിയില്ല അല്ല? ചുട്ടുകൊന്ന ശേഖരനായുടെ മുൻ പരമോനെ നീ അറിയില്ല അല്ലേ? കഴിഞ്ഞിട്ടില്ലടാ, തുടക്കമായിട്ടേ ഉള്ളൂ. എന്താണത്? നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഇത്രയും കാലം ഞാൻ എങ്ങനെ കഴിഞ്ഞിരുന്നെന്ന്? ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായി കാണും? എന്റെ ചേച്ചി ആ സംഭവത്തിന് ശേഷം ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. അന്ന് എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തല്ലാൻ ആ പട്ടി ജീവിച്ചിരിക്കുമായിരുന്നില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവനെ അവനെ തെരുവ് പട്ടിയെ പോലെ ചതച്ചു കൊല്ലണമായിരുന്നു. അപ്പൊ നിന്റെ ഭാവിയോ? വയസ്സായ മുത്തച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ പിന്നെ ആരാ ഉള്ളത്? ഇങ്ങനെ എനിക്ക് ജീവിക്കണമെന്നില്ല. ഈ അവമാനം സഹിച്ച് ഭ്രാന്ത് പിടിച്ച ചേച്ചിയോട് എനിക്ക് കടപ്പാടില്ലേ? ജീവിതം തകർന്ന അമ്മയോട് എനിക്ക് കടപ്പാടില്ലേ? ആ ദ്രോഹി ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്റെ അമ്മയുടെയും ചേച്ചിയുടെ അനുഗ്രഹം എനിക്ക് കിട്ടില്ല. അതിനൊക്കെ ദേവി പകരം ചോദിച്ചോളും വരുമോ? അവൻ അത്രയ്ക്ക് പാവം വലിച്ച് തലവെച്ചിട്ടുണ്ട്. അറിയോ നിനക്ക്? നിന്നെ നിന്റെ കുടുംബത്തിന് വേണം, ഞങ്ങൾക്കും വേണം. ഞാൻ പിന്നെ എന്ത് വേണം? ഒന്നും വേണ്ട, നീ ഇവിടെ ഇരിക്ക. പറയട്ടെ, പരമു വാ ഇവിടെ ഇരിക്ക. ആളുകൾ വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിലോ അവന്റെ കുടല് ഞാൻ പുറത്തെടുത്തേനെ. കൊലക്ക വിരിക്കുമായിരുന്നു. പോടാ അവിടുന്ന്. അവൻ നിന്നെ കൊല്ലാഞ്ഞത് ഭാഗ്യം. കല്ലും കൊണ്ട് വന്നിരുന്ന് വീരസ്യം പറയണ. അല്ല ശങ്കുണ്ണേ, അവൻ രണ്ടും കൽപ്പിച്ചാ വന്നേക്കണമെന്നുണ്ടോ? ചെലമ്പും കൊണ്ടേ പോവെന്ന് പറഞ്ഞത് വെറുതെ അല്ലാന്നുണ്ടോ? അസലായിട്ടുണ്ട്.
ഈ തറവാടിനകത്ത് കയറി വന്ന് ഇവിടെ അറയ്ക്കകത്തിരിക്കുന്ന ചെലമ്പെടുത്ത് കൊണ്ടുപോകാലോ. നോക്കി, ഈ ശങ്കുണ്ണി ജീവിച്ചിരിക്കത്തോളം അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ കൂടെ നിന്ന് തരോ? എല്ലാം എനിക്ക് വിട്ടുതരുമോ? എല്ലാം നിനക്ക് വിട്ടേരി അസലായി. പക്ഷെ കൂടെ നിൽക്കാം. തനിച്ചിറങ്ങിയ കുട്ടിരാണ്ട് പറ്റുമോ? അത് മതി. ഞാൻ എന്താ ചെയ്തിരിക്കുന്നറിയോ? കരുവാൻ രാമന്റെ അടുത്ത് ഒന്നാന്തരം ഒരു കത്തി ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുക. ശങ്കുണ്ണി ആദ്യമായിട്ടൊന്നുമല്ല മനുഷ്യമാംസത്തില് കത്തി കുത്തി കറക്കണത്. കാര്യമൊക്കെ ശരിയാ. പക്ഷെ അവൻ ഇവിടെ ഇങ്ങനെ കറങ്ങടത്തോളം കാലം എനിക്ക് ഉറക്കം ഉണ്ടാവില്ല എന്നാ തോന്നണേ. എനിക്ക് അങ്ങനെ തന്നെയാ തോന്നണേ. പക്ഷെ എന്താണോ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. മേലാകെ ഒരു ജാതി കത്തച്ചിലും വേദനയും. അയ്യോ. പരമു, ഞാൻ അറിഞ്ഞൊക്കെ സത്യമാണോ? എന്ത്? ഇന്നലെ ആ ശങ്കുണ്ണിയുമായിട്ട് അവനെ ഞാൻ ഒരുപാട് തല്ലിച്ചതച്ചു. അച്ഛനും ശങ്കുണ്ണിയൊക്കെ കൂടി വീട്ടിലിരുന്ന് പറയുന്ന കേട്ടപ്പോഴാ ഞാൻ വിവരം അറിഞ്ഞ. അപ്പോ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാ എനിക്ക് അതിന്റെ അപകടം മനസ്സിലായത്. അവര് പരമുനെ നശിപ്പിക്കാൻ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. ഇങ്ങ് വരട്ടെ, അവന്റെ കുടല് ഞാൻ എടുക്കും. ഇന്നലെ തീർത്തേനെ. പിന്നെ അവരെല്ലാരും കൂടി വന്ന് ഇടപെട്ട് അത് നശിപ്പിച്ചു. അല്ല, ശങ്കുണ്ണി കൊല്ലാനാണോ പരമ ഇതുവരെ വന്നത്? ഞാൻ വിചാരിച്ചത് ചിലമ്പെടുക്കാനാണെന്ന്. അതിന് നിന്റെ അച്ഛനെ തരുമോ? തന്നില്ലെങ്കിൽ എടുത്തു തന്നെ കരുത. എന്നിട്ടിപ്പോ എന്ത് നേടാനാ? അത് അറക്കകത്ത് വെച്ച് പൂജിച്ചോണ്ട് ജീവിക്കാൻ പറ്റുമോ? ചിലമ്പ് വിൽക്കാനാണെങ്കിൽ മുത്തച്ഛൻ സമ്മതിക്കൂല. ഞാനൊന്ന് പറയട്ടെ, അമ്മ എനിക്ക് തന്ന ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ട് എന്റെ പെട്ടിയില്. ഞാനതെല്ലാം എടുക്കാം. നമുക്ക് ഈ നശിച്ച സ്ഥലം വിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. അവ വിറ്റ് കിട്ടുന്ന കാശ് മതി നമുക്ക് ജീവിക്കാൻ. ആർക്കും എത്തിപ്പറ്റാൻ കഴിയാത്തൊരു സ്ഥലത്ത് പരമോനൊരു ചെറിയ ജോലി. അവിടെ പരമോനെ ശുശ്രൂഷിച്ച് ഒരു ഭാര്യയായി, ഒരമ്മയായി, നമ്മുടെ കുഞ്ഞുങ്ങളെ താലോലിച്ച്. ചിലമ്പെടുത്ത് മുത്തച്ഛന് കൊടുക്കുന്നതോടെ ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ നിറവേറ്റുകയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനാണ്. പിന്നെ കൂലിപ്പണിയെങ്കിൽ അത് ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് വരെ ഞാൻ വീണ്ടും. എന്തിനാണെന്നറിയോ? എന്റെ അംബികയെ കൂടെ വിളിച്ചോണ്ട് പോവാൻ. ഈ നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ വെച്ച് ഞാൻ അംബികയെ വിളിക്കും. ഇത്രയും കാത്തിരുന്ന നിനക്ക് അതുവരെ കാത്തിരുന്നോടെ? കാത്തിരിക്കാം. എന്റെ പരമന്റെ വിളിക്ക് കാതോർത്ത് ഞാൻ എന്നും കാത്തിരിക്കാം. മന്ത്രയന്ത്രാസ്ത്രശസ്ത്രാദിസംഹര സംഹര മൃത്യുർമോജയ മോജയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്തേ ജ്വാലാഭരീതായ സർവദിക്ഷോഭനാകരായ. ഓം ഫൽ സ്വാഹ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ. പരായ പരം പുരുഷായ പരമാത്മനെ. ഞാനാ അംബിക. വാ. എന്താ കുട്ടിയുടെ ചൊവ്വാദോഷമൊക്കെ മാറിയോ? പരമ വന്നുകൊണ്ടാവും. എന്താ മാഷേ
തനിക്ക് ചൊവ്വാദോഷം ഉണ്ടായിരുന്നോ അതോ കേസരി യോഗം? എന്തായാലും എന്താ, ഇതല്ല ഇപ്പോഴത്തെ പരുവം. അയ്യേ, കണ്ണി കണ്ട ആസിഡൊക്കെ തൊട്ട കയ്യാ, അത് കഴുകാതെ. കഴിക്ക്. എനിക്ക് അമ്മയും പെങ്ങളുമായിട്ട് നീ മാത്രമേ ഉള്ളൂ. ഒരു ഉരുളറൊട്ടി തരുമോ അമ്മയെ പോലെ? ഞാൻ ഇന്ന് തന്നെ ഡൽഹിക്ക് പോവാം. എന്താ വിശേഷിച്ച്? അവിടെ റിസർച്ചിന് വേണ്ട സൗകര്യം ഉണ്ടോന്നറിയണം. MD ചേരണമെന്ന് വിചാരിക്കും. ചേട്ടൻ പോയാ ഇനി എന്ന് വരും? ഇനി നിങ്ങളുടെ കല്യാണത്തിന്. ശങ്കുണ്ണി, ഈ ചെലമ്പ് വീട്ടിലിരിക്കുന്ന കാലത്തോളം എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് നമുക്കങ്ങോട്ട് വിറ്റാലോ? അല്ല, ദേവിയുടെ ചെലമ്പ് വിൽക്കേ നാട്ടുകാരറിഞ്ഞാലോ? എന്തിനാടാ ഇപ്പൊ രണ്ടാമതൊരാൾ അറിയണേ? നീ ഞാൻ പറയണ പോലെ അങ്ങോട്ട് ചെയ്താ മതി. അതിപ്പോ അങ്ങനെയാ തീരുമാനം എന്ന് വെച്ചാ അതിന് പറ്റിയ ആൾക്കാരെ ഈ ശങ്കുണ്ണി കൊണ്ടുതരാം. ആ, ഇത് പുറത്തെങ്ങാനും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ മുഖേന അറിയും. എന്നാ പിന്നെ നിന്റെ കഥ ഞാൻ കഴിക്കും. ഹായ്, ഇതിപ്പോ ഭദ്രകാളി ചെകുത്താൻ പിടിച്ചു എന്ന് പറഞ്ഞ മാതിരിയായല്ലോ. ആ, ചിലപ്പോ പിടിച്ചെന്നും വരും. നീ ഇത്ര വലിയ ഭദ്രകാളി ആയിട്ടാ ഒരു പീക്കിരി പയ്യൻ വഴിയിലിട്ട് നിന്നെ തല്ലിച്ചതച്ചേ? ഞാനേ അരയില് പിച്ചാത്തിയും കൊണ്ട് നടക്കണതേ നഖം വെട്ടാനൊന്നുമല്ല. എന്നെങ്കിലും കിട്ടുമോ എന്റെ കയ്യില്? കച്ചവടം ഞാൻ ഒതുക്കി തരാം. നമുക്കുള്ള കമ്മീഷൻ വേറെ തരണം. പഴയ പറവാടാ. ആ, വരിക വരിക, കയറി ഇരിക്ക. കയറി ഇരിക്ക. നമ്മുടെ കല്ലുംപുറത്ത് ജ്വല്ലറീസിന്റെ മുതലാളിയാ ഈനാശു. മനസ്സിലായില്ലേ അപ്പുതാര്? ഓ, മനസ്സിലായി. ഇത് മിസ്റ്റർ ഡൊണാൾഡ്. ഹലോ, ഹൗ ഡു ഡു? എന്താ പറഞ്ഞേ? ഹൗ ഡു യു ഡു എന്ന്. ചിറ്റിക്കളിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. തർക്കമില്ല. ഈ ഡൊണാൾഡ് കുട്ടൻ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും സ്വർണ്ണ കച്ചവടം നടത്തുന്ന ആളാണ്. അപ്പാത്മാരുടെ കാലം തൊട്ട് ഞങ്ങൾ പരിചയക്കാരാ. ഇയാളുടെ ഫാമിലീസില് എനിക്ക് ഭയങ്കര ഹോൾഡാണ്. ഈനാശിനോട് ചോദിക്കാണ്ട് ഈ ശവി ഇന്ത്യയിൽ നിന്ന് സാധനം മേടിക്കില്ലടോ നായരെ. ഓ നായരെ, ഞാൻ പറഞ്ഞാലുണ്ടല്ലോ ഈ വെള്ളക്കൂരാൻ എന്ത് മാങ്ങാത്തൊരു വേണേ മേടിച്ചു നോക്കോളൂ. എന്താ ഇപ്പൊ മുറുക്കോ? സ്വർണ്ണപ്പല്ല് വെച്ചിട്ടാ. കാശ് എത്ര ഈ സാധനത്തിനെന്ന് അറിയോ? 2.5 പവനുണ്ട്. പണിക്കൂലി വേറെയും. ഇത് വെച്ചാ പിന്നെ
ഈനാശു ഉപ്പേരി വരെ കടിക്കാറില്ല. സ്വർണ്ണ വ്യാപാരികളെ അങ്ങനെ തന്നെ വേണം. അല്ല ചെലമ്പ് ഇങ്ങനെ എടുക്കുവോ? ഈ വെള്ളക്കുരാന ഒതുക്കി ഞാൻ കയ്യിലങ്ങോട്ട് തരാം. നമ്മള് ജാതി രണ്ടാണെങ്കിലും ഒരു നാട്ടുകാരല്ലോ ഒന്നായിരേ. താനെവിടെ? അറക്കകത്തിരിക്കുക. അങ്ങോട്ട് പോവാ. കാണാലോ. പോട്ടെ, വണ്ടി പോട്ടെ. എനിക്കിരോ എനിക്കിരോ സ്റ്റാൻഡപ്പ് വരിക. നായരെ, ഇതിനകത്ത് ചെലമ്പ് മാത്രം ഒന്നല്ലല്ലോ, പിന്നെയുണ്ടല്ലോ ഉരുപ്പടികള്. താ ഒരു കാര്യം ചെയ്യും, നമുക്കിത് മൊത്തം ഒരു മുറിയാണ് മുറിക്കാം. താൻ എന്തോടെ ഈ മൂരി മൂത്താൻ കുടിച്ച പോലെ നിൽക്കണേ? താ ചെലമ്പ് ഇങ്ങനെ എടുക്ക്, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. അതങ്ങെടുത്ത് കാണിക്കുന്നേ. നിങ്ങൾ ഈ നിൽപ്പൊന്ന് എങ്ങനെയാ കച്ചവടം നടക്കുക? ഇതിപ്പോ എത്ര തല പോണ കാര്യമൊന്നല്ല. ഈനാശും കണ്ടോ നായരെ കുറെ ദേവിമാരൊക്കെ. ദേവി പിതിച്ചിട്ടുള്ള ദിവസം ചന്തയ്ക്ക് പോണത്. നായരിക്ക് വയ്യെങ്കിലേ ഞാൻ എടുക്കാം. വേണ്ട, ഞാനും താൻ തൊട്ടാ ചിറ്റാക്കണ്ട. ശങ്കുണ്ണി എടുത്ത് കാണിച്ചു കൊടുക്കാം അങ്ങോട്ട്. അതിപ്പോ ഞാനൊന്ന് കുളിച്ചിട്ടില്ലേ. എന്നാ പിന്നെ താഴെക്കടോ. തനിക്കൊക്കെ കുളിയും ജപം പറഞ്ഞിട്ടുണ്ടോ? ഇവരെന്താ കുളിക്കാത്ത? എന്റെ ദേവി ഒക്കടാണ്. ഒക്കെ ഈശോയെ, ഇതിനകത്ത് എന്തോ ഒരു കിലുക്കം. ഈ വക ഉരുപ്പടികൾ കയ്യിലുണ്ടെങ്കിലേ ഉള്ള നേരത്ത് വിറ്റ് കാശാക്കാൻ നോക്കണം. എന്നിട്ട് ആ കാശ് നിങ്ങൾ ബ്ലേഡ് കമ്പിലിടണോ നേരെ? അതും ഞാൻ ഏർപ്പാടാക്കി തരാം. ഇപ്പോഴെങ്കിലും മീനാശു ഇതിനകത്ത് ഇടപെട്ടതേ നിങ്ങളുടെ ഭാഗ്യം. It's really artistic. Why you want to sell this? എന്താ പറഞ്ഞ? You see, he wants money problem. That is all. What is this ornament? These ornaments are chilampu. Chilampu. Leg. Chilampu. Da. Kiling. Okay, let me think about it. എന്താ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ കാലത്ത് ആലോചിച്ചിട്ട് പറയാനാ പറയണേ. ഓട്ടെ. You go. അല്ല ചെലമ്പ് നിങ്ങളുടെ തന്നതോ? ഞാൻ അതുകൊണ്ട് തുള്ളാൻ പോവാ. എന്റെ ദേവി. കാലത്തെ വരാമെന്ന് ഇന്നലെ അവര് പറഞ്ഞത്. ദേ, കച്ചവടം നടന്ന എന്റെ കമ്മീഷൻ എനിക്ക് അപ്പ കിട്ടണം. ചെലമ്പ് വിൽക്കണില്ല. അതെന്തപ്പ അങ്ങനെ? അതങ്ങനെയാ, ചെലമ്പ് വിൽക്കണില്ല. എന്നാ നേരത്തെ പറയായിരുന്നില്ലേ? ആ സായിപ്പ് നമ്മളെ കുടലെടുക്കും. നസ്രാണി ചില്ലറക്കാരനൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഇവിടെ സമാധാനമായിട്ട് ഇന്ന് ഉറങ്ങണ്ടേ? ഇന്നലെ രാത്രിയില് കത്തി ഉറക്കിട്ടില്ല. അറിയോ എനക്ക്?
ആരെ? I don't know what to tell him now. അതൊന്നും മിണ്ടാണ്ടിരിക്കാൻ മനുഷ്യർ പ്രാന്ത് പിടിക്കേണ്ടത് അടക്കടോ. ഈശോ ഈശോയെ. ഹലോ. നമസ്കാരം. ഇരിക്ക. ഓ എന്തേ? എന്തോ മാപ്പിളെ? കേട്ടോ ഇനാഷു, പിന്നെ അതെ ദേവിയുടെ ചെലമ്പ് കച്ചവടം ഉറപ്പിക്കുന്നതിന് മുമ്പേ ഒരു പ്രശ്നക്കാരനെ വിളിച്ചു വരുത്തിയൊന്ന് ആലോചിച്ചാലോ എന്നൊരു ശങ്ക. അപ്പൊ തനിക്കും കിട്ടിയല്ലേ കൊട്ട്? ഏത് കാലിനാ? കാലല്ലോ കൊട്ടോ? എന്ത് കേക്കണില്ലേ? കേക്കണില്ലേന്ന്? എന്ത് കേൾക്കണില്ല എന്ന്? തനിക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ? നക്കി നായരെ, തന്റെ ആ ചെലമ്പിൽ വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടോ താൻ? ഇവിടുന്ന് പോയതിനു ശേഷം കാലെടുത്ത് വെക്കുമ്പോ കിലിക്കിലും കിലിക്കിലും എന്നൊരു ശബ്ദം, കാലുമേ ചെലങ്ക കെട്ടിയിട്ടുള്ളത് പോലെ. എന്റെ കർത്താവേ, കാലം മുറിച്ച് കളയാൻ പറ്റുമോ? വീടിലേക്ക് പോണ്ടേ? ഓ ഇത് കുഴപ്പമില്ല. ഓ ഒന്ന് ഓടിയാലോ? അയ്യോ അയ്യോ, ഒരു നേർച്ച നേരിയ. എന്റെ കർത്താവേ, എന്റെ ഈ കാലിന്റെ ഭാരം ഒന്ന് മാറ്റി തന്ന കുരിശുപള്ളിയില് ഞാൻ 1000 മെഴുതിരി എത്തിക്കാം. എന്റെ ദൈവമേ, ഇനി അറിയാം വിവരം. അയ്യോ, മെഴുതിരി പോരാണ്ടാവോ? അയ്യോ, എന്തോ മാപ്പിളെ തായി തുള്ളി കളിക്കണേ? തന്റെ അസ്ഥാനത്ത് വല്ല പൊട്ടം കടിച്ചോ? ഞാൻ ഒറ്റ കുത്തോട്. ഇത് കേട്ടോ? എന്ത് കേട്ടോന്ന്? ഇത് കേട്ടില്ലേ? എന്ത്? Mr. Apu Nair, I am very, very sorry. This particular jewel is very rare and very, very expensive. I cannot afford to buy it. Please tell him. എന്ത് മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു ചുറ്റിക്കളി കച്ചവടാണെന്ന് സാഹിബിന് മതിയായിന്ന്. അല്ല, തനിക്കൊന്ന് പറഞ്ഞ് എനിക്ക് മതിയായി. ഹേയ്, എന്നിത്ര പെട്ടെന്ന് മതിയായേ? ചവിട്ടി ഒന്നായിരുന്നു കേട്ടാ കിലുക്കം. കിലുക്ക എന്താ ചിലമ്പ് വിൽക്കാൻ പോവാണെന്നൊക്കെ കേട്ടു. അതേടാ, നീ ആരാ അതൊക്കെ അന്വേഷിക്കാൻ? ഞാനാ ഈ വീട്ടിലെ കാരണവർ. എനിക്ക് തോന്നില്ല ഞാൻ ചെയ്യും. അതുകൊണ്ട് വിരോധമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിലമ്പ് വാങ്ങിക്കുന്നവന്റെയും അത് വിൽക്കുന്നവന്റെയും തല ഞാൻ എടുക്കും. ഛെ, പട്ടി, എനിക്ക് നടന്നു കൊച്ചി കാണിച്ചു വരിയിരിക്കുന്നു. ചിലമ്പ് വിൽക്കുന്നത് നിങ്ങള്. Why are they fighting each other? ഞാൻ ഇവിടെ പുറത്തേക്ക് ആ നേരത്തെ തന്റെ അമ്മയുടെ ഒരു പ്രോബ്ലം. അവിടെ തൃശ്ശൂർ നടക്കാൻ പോവാ. ആ നേരത്തെ തന്റെ വെട്ടോത്തിപ്പിടി ചെലമ്പും. വിടാനല്ലേ പറഞ്ഞത്? വിടടാ, എടാ വിടാ. എന്ത് തോന്നാണ് കാണിക്കുന്നത്? എന്താ ഇത്? വിട്. അച്ഛന് വിടാനാ പറഞ്ഞത്. പരമോ അച്ഛന് വിടാൻ. വീട്ടിൽ കയറി വന്ന് എന്ത് തോന്നിയാസം കാണിക്കാന്നാ പരമോടാ പറയുന്നത്. കുറെ ദിവസമായി ഞാൻ കാണുന്നു ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പലതുണ്ടാവും. ചിലപ്പുണ്ടാവും, ആഭരണങ്ങളുണ്ടാവും. കത്തി കാണിച്ച് പഠിപ്പിച്ച അതൊക്കെ അങ്ങോട്ട് തരുന്ന വിചാരം. ഞങ്ങളെ ചെലമ്പ് വിൽക്കോ വെറുതെ കൊടുക്കോ എന്ത് വേണേ ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ ഇയാളാരാ? ഇവിടെ ഇപ്പൊ അങ്ങനെ ആരും കയറി വന്ന് ഭരിക്കണ്ട. പണ്ടത്തെ ഏതോ ബന്ധവും പറഞ്ഞുകൊണ്ട് കയറി വന്നിരിക്കുന്നു. ഇറങ്ങി.
കാര്യം ചെയ്യ, നിങ്ങളുടെ ഏതോ ഒരു അനന്തരം കസർത്തൊക്കെ പഠിച്ചിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അവനെ ഇങ്ങോട്ട് വരുത്തുക. വീട്ടിലൊരു ആൺകുട ഉണ്ടാവുമല്ലോ. ഞാൻ ആളുകളൊക്കെ കൂട്ടി വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞോ? അവൻ പോയോ? ചത്തവരെയൊക്കെ വലിച്ചു കുഴിച്ചിട്ടാണ് നീ ആളെയും കൂട്ടി വന്നേ. അല്ല, അതിപ്പോ ഞാൻ ചെങ്ങോണി, നീ ഒരു കാര്യം ചെയ്യാ. മങ്കരയിലെ എന്റെ പെങ്ങടെ വീട് നീ അറിവല്ലോ. അവിടെ എന്റെ മൂത്ത മരുമോനുണ്ട്. അവനും കുറച്ച് അഭ്യാസമൊക്കെ പഠിച്ചവനാ, കരാറ്റെ മറ്റോ. നീ അവനോട് ഇന്ന് പറയാ, അമ്മാവന്റെ തലയ്ക്ക് ഒരു എംബോക്ക് വില പറഞ്ഞിരിക്കുന്നു. ഇനി അമ്മാവനെ ജീവനോടെ കാണണമെങ്കിൽ ഉടനെ ഇങ്ങോട്ട് പുറപ്പെടാൻ. അവൻ കുറച്ച് ദിവസം ഇവിടെ അങ്ങോട്ട് നിൽക്കട്ടെ. ആയുധം എന്താ വെച്ചാ എടുത്തോളാൻ പറ. നീ ഉടനെ പുറപ്പെട്ടോ. അല്ല ഉറങ്ങുക. എണീക്കോ? ദേ മരുവൻ വന്നിട്ടുണ്ട്. ആ മരുവനേ വന്നിട്ടുണ്ടെന്ന്. എവിടെ? ദേ നിക്കണു. ആ നീ എപ്പോ പുറപ്പെട്ടു? രാത്രി വണ്ടിക്ക് പുറപ്പെട്ടു. പെങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണോ? ഉവ്, അമ്മാവന് തരാൻ അമ്മ ഉണ്ണിയപ്പം തന്നച്ചിട്ടുണ്ട്. അവിടെ വിചാരം ഞാൻ ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാ. നീ വന്ന കാലം നിൽക്കാണ്ടിരിക്കേ. സാരമില്ല, ഞാൻ നിന്നോളാം. എന്നെ വിളിപ്പിച്ചത് മറ്റൊന്നുകൊണ്ടല്ല. നീ അറിയോന്നറിയില്ല പരമൂനെ. ഉവ്, കേട്ടിട്ടുണ്ട്. പിന്നെ ശങ്കുണിയെല്ലാം പറയുകയും ചെയ്തു. ആ ചെക്കൻ അമ്മാവനൊരു സമാധാനം തരണില്ല. തലയെടുക്കുമെന്നൊക്കെയാ പറയണേ. ഒരു തരം പേരിട്ടല്ലാണ്ടെന്താ, എന്നാലും ഒരു സമാധാനമില്ല. താനിപ്പോ എങ്ങനെയാ? അഭ്യാസമൊക്കെ ഉണ്ടോ? ഉണ്ട്, ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാ കരാത്തയിലെ ഏറ്റവും വലിയ സ്ഥാന. വലിയ വലിയ അഭ്യാസികൾക്ക് അത് കിട്ടൂ. ആഹാ. അപ്പൊ അതിനുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ വെട്ടിക്കൊന്ന് വല്ല പൊട്ടക്കിണറ്റിലും തട്ടാം. എന്താ ശങ്കുണ്ണി? പിന്നെന്താ, കൊന്നു തന്നാ മതി. കൊണ്ട് തട്ടണ കാര്യം ഞാൻ ഏറ്റു. എല്ലാം കണ്ടപ്പോ പെണ്ണെഴുന്നേറ്റോടി. ഇവൻ പിന്നെ ചുറ്റിക്കിറങ്ങി അവിടെ നിൽക്കുക. പുളു എന്റെ കാവിലമ്മ രണ്ട് കണ്ണുണ്ണി കണ്ടാ? കണ്ടു. എന്നാ അതിന്റെ പൊക്കെ എടുത്ത് ഞാൻ കുളത്തിട്ടു. ആ പിന്നിൽ വരുന്ന ആ ഉയരം കൂടി ലാവനാണെങ്കിൽ പരമൂന്ന് പറഞ്ഞ പാർട്ടി കളരിയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, ഒന്ന് നോക്കി പിടിച്ചാ മതി. നമ്മുടെ അഭ്യാസമൊക്കെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തോണ്ട് വരട്ടല്ലോ അവനെ. ബ്ലാക്ക് ബെൽറ്റ് അത്രേ. കാശ് കൊടുത്ത് 5-6 ബെൽറ്റ് വാങ്ങിച്ച് നമുക്കും തലങ്ങും വിലകും കിട്ടിയാലോ?
പരമോ, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. ഞാൻ കൂടെ കേട്ടല്ലോ. തന്തയുടെ മുന്നിൽ വെച്ച് പുന്നാടമുടെ ഒരു കുടുംബസ്നേഹം. നീയൊക്കെ അതേ പറയൂ. ആ തന്തയുടെ രക്തം നിന്നെ രണ്ട് തരാതെ വന്ന് എന്നെ വേണം പറയാൻ. അതിപ്പോഴായിക്കോളൂ. എന്നെ എന്ത് വേണേലും ചെയ്തോളൂ. ഈ ലോകത്ത് അതിനാർക്കെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ എന്റെ പരമ്പന് മാത്രം. കടന്നു പോകുന്നുണ്ട് എന്റെ മുന്നിൽ നിന്ന്. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ പോകാം. പക്ഷേ അതിനു മുൻപ് പരമ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഇന്നലെ ഞാൻ അങ്ങനെ പെരുമാറിയത് പരമനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും കൂടി എന്റെ പരമോനെ തല്ലിക്കൊല്ലുമായിരിക്കും അല്ലേ? ഇതിലും നല്ലത് അതായിരുന്നു. അല്ല, അങ്ങനെ നശിപ്പിക്കാനുള്ള അല്ല പരമോന്റെ ജീവിതം. പരമോനെ എനിക്ക് വേണം. എന്നോട് ക്ഷമിച്ചു എന്ന് ഒന്ന് പറയൂ പരമോ. തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. കേഴുമ്പോ കേൾക്കൂ ഞാൻ നിൻ സ്വനം. തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. തന്നാരം പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടുഞോറിയിട്ട കോമരമാകും. തന്നാരം പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടുഞോറിയിട്ട കോമരമാകും. തുള്ളിയുറഞ്ഞു ഞാൻ കാവാകെ തീണ്ടുമ്പോ, തുള്ളിയുറഞ്ഞു ഞാൻ കാവാകെ തീണ്ടുമ്പോ മഞ്ഞ പ്രസാദത്തിലാറാടി വരൂ കന്യകേ നീ കൂടെ പോരൂ. താഴെ ശ്യാമാംബരത്തിൻ നിറമായി കേഴുമ്പോ
യൗവനം താരും തളിരും മിഴിപൂട്ടി എടാ കുട്ടാ, എടാ കോൺട്രാക്ടറെ, ആ ചുമ്മാ ശല്യപ്പെടുത്താവേ. എനിക്കൊരു വീട് വരച്ചതാടാ. അതിന് വരച്ചു തന്നിട്ട് എന്താ കാര്യം? വെറുതെ കണ്ടോണ്ടിരിക്കുകയും ചെയ്യാമല്ലോ. വീട് കുട്ടി വീട് വിളിച്ച അല്ല, ആരാത്? വരും. നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ശരിയാണ്, പക്ഷേ പരമനെ കാണാൻ വേറെ മാർഗമില്ലാത്തോണ്ട് ഓടി വന്നത് എന്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു തീരുമാനം. അത് പരമനോട് പറയാൻ മാത്രം. ഇന്ന് രാത്രി തറവാട്ടിലേക്ക് പോരൂ, ഞാൻ എടുത്തുതരാം ചെലമ്പ്. അത്ഭുതപ്പെടണ്ട, അമ്പിക തന്നെ പറയുന്നു. ഇന്ന് രാത്രി പോന്നോളൂ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലും എന്റെ ജനലിൽ വിളക്ക് കാണും. ദീപം കാണുമ്പോ വന്നോളൂ. ഞാൻ കാത്തിരിക്കും. അമ്പിയെ, അമ്പിയെ, ഒന്ന് നിൽക്കൂ. പിന്നില് കുളപ്പരയുടെ കഥ എടുത്തു വാ. പരമ ഇരിക്കൂ.
ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഒരുപക്ഷെ അവസാനത്തേതും. വേണ്ട അമ്പി, ചിലമ്പെടുത്തു തരൂ. പരമോന് പോകാൻ തിരക്കായില്ലേ? പോകുന്നതിന് മുമ്പ് എന്റെ ഒരാഗ്രഹം സാധിച്ചു തരൂ. പിന്നീട് ഒരിക്കലും പരമ എന്നെ ഓർത്തില്ലെങ്കിലും ഞാൻ പരിഭവിക്കില്ല. പറയൂ അമ്പിയെ, അമ്പിയുടെ എന്താഗ്രഹവും ഞാൻ സാധിച്ചുതരാം. പരമന്റെ ഒരു കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കണം. അവനെ ഈ തറവാട്ടിൽ വളർത്തണം. അങ്ങനെ പരമനെ വേദനിപ്പിച്ചവരോടെല്ലാം എനിക്ക് പകരം ചോദിക്കണം. വേണ്ട അമ്പി, നമ്മുടെ ഈ അവസ്ഥയിൽ അത് വേണ്ട. ആദ്യം ഈ കഴുത്തിൽ ഞാനൊരു മിന്നി കെട്ടട്ടെ. വേണം. പരമോന്റെ കുഞ്ഞിനെ ഈ തറവാടിന്റെ ഐശ്വര്യമായി ഞാൻ വളർത്തും. അവൻ വളർന്ന് അച്ഛനേക്കാൾ ധീരനും സുന്ദരനാവും. അത് മാത്രം മതി എനിക്ക്. എന്താ പരമോ ഇത്? എന്തോ തരല്? എന്റെ ദേവി, എന്തിനുള്ള ഭാവ ഇത്? ഒരു കാലത്തും മനസ്സിനൊരു സമാധാനം ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യൂ, പരമ വേഗം പൊയ്ക്കോളൂ. ഞാൻ എടുത്തുതരാം ചെലമ്പ്. വരൂ. ഇതാണ് താക്കോൽ. ഇതിലേതാ? അറിയില്ല. ഇങ്ങോട്ട് കാണിക്കും.
നീ പോയി അവിടെ പിടിച്ച് ശങ്കുണ്ണി പോയാ നടക്കാൻ ഇങ്ങോട്ട് വാ
സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടുനൊറിയിട്ട കോമരമാകും. കണ്ണാരം പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടുനൊറിയിട്ട കോമരമാകും. നുള്ളിയുറഞ്ഞു ഞാൻ കാവാകെ തീണ്ടുമ്പോൾ